സർ, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപായപ്പെടുത്താൻ ഒരു ശ്രമം നടക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ മോദിയെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നതിൽ അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റിനോ ഒരു പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങളിലും ചർച്ചകൾ സജീവമാവുന്നുണ്ട്. അവർക്ക് അത്തരത്തിൽ പങ്കുണ്ടോ എന്ന് തോന്നാൻ കാരണം നമുക്കറിയാം, ബംഗ്ലാദേശിൽ കഴിഞ്ഞ ദിവസം ഒരു കമാൻഡോ കൊല്ലപ്പെട്ട സംഭവം. അതുപോലെ ഇന്ത്യയിൽ നിന്ന് ഒരു പാസ്റ്ററെ അറസ്റ്റ് ചെയ്ത് പരിശോധിച്ചപ്പോൾ അദ്ദേഹം ഒരു കമാൻഡർ ആയിരുന്നു അല്ലെങ്കിൽ സേനയിലുള്ള ആളായിരുന്നു എന്നൊക്കെ അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇന്ത്യയിലേക്ക് മറ്റാരൊക്കെയോ ഈ രീതിയിലേക്ക് അമേരിക്കയിൽ നിന്നോ അല്ലെങ്കിൽ ചൈനയിൽ നിന്നോ മറ്റേതൊക്കെയോ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വിസിറ്റ് വിസയിലൊക്കെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന തരത്തിൽ ചർച്ചകളും വാർത്തകളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. കേൾക്കുന്ന വാർത്തകൾ എത്രത്തോളം ശരിയാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഈ രീതിയിൽ അപായപ്പെടുത്താനുള്ള ഒരു ശ്രമം നമ്മുടെ രാജ്യത്തിനകത്ത് നടക്കുന്നുണ്ടോ? അതിനകത്ത് വ്യക്തത വരുത്തി പറയാൻ നമുക്ക് പറ്റുന്നില്ല. ഇത്തരത്തിലൊരു ചർച്ച സജീവമാണ്. ഇപ്പം ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ രണ്ട് വിഷയങ്ങൾ. ഒന്ന്, ഈ പറയുന്നത് പോലെ ബംഗ്ലാദേശിലെ ഒരു കമാൻഡോ, സ്പെഷ്യൽ കമാൻഡോയുടെ മരണം. അതിനകത്ത് അയാളുടെ പോസ്റ്റ്മോർട്ടം പോലും നടത്താതെ അയാളെ തിരിച്ച് അമേരിക്ക വളരെ രഹസ്യമായിട്ട് കൊണ്ടുപോയിട്ട് അമേരിക്ക അതിനകത്തൊരു പ്രതികരണം നടത്തിയിട്ടില്ല. ബംഗ്ലാദേശും അതിനകത്തൊരു പ്രതികരണം നടത്തിയിട്ടില്ല. ബംഗ്ലാദേശ് പോലെയുള്ള ഒരു കൂറ രാജ്യത്ത് ഈ പറയുന്ന കമാൻഡോ എന്തിനു വന്നെന്നും, അല്ലെങ്കിൽ ബംഗ്ലാദേശോ അല്ലെങ്കിൽ ആ രാജ്യത്ത് വെച്ചിട്ട് ഔദ്യോഗികമായിട്ട് ആ പറയുന്ന അമേരിക്കയുടെ ഇത്രയും വലിയൊരു കമാൻഡോട് കൊല്ലപ്പെട്ടാൽ പിന്നെ രാജ്യം വെച്ചേക്കുന്ന ഒരു അവസ്ഥ അമേരിക്കയുടെ ഒരു ശൈലി അനുസരിച്ചില്ല. പക്ഷെ അമേരിക്കയും മിണ്ടുന്നില്ല, ബംഗ്ലാദേശും മിണ്ടുന്നില്ല. ലോക മാധ്യമങ്ങൾ ഇത് വലിയ വലിപ്പത്തിൽ വാർത്തയായിട്ട് കൊണ്ടുവന്നു. ഔദ്യോഗിക വിശദീകരണം ഒന്നുമില്ലാത്തതുകൊണ്ട് അത് തുടർ ചർച്ചയ്ക്ക് വിട്ടില്ല. ഇന്ത്യ അതിനകത്ത് ഒരു പ്രതികരണവും നടത്തിയില്ല. മോദിയെ ലക്ഷ്യം വെച്ച് വന്ന കമാൻഡോയെ അജ്ഞാതം കൊല്ലപ്പെടുത്തി. ആരാ കൊന്നതെന്നും ഒരു വ്യക്തതയില്ല. ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. മനസ്സിലാവുന്നുണ്ട്. രണ്ടാമത്, ഇവിടുത്തെ ഒരു പാസ്റ്റർ എവാഞ്ചലിക് ക്രൈസ്റ്റ് മഹാരാഷ്ട്രയിൽ പ്രസംഗം നടത്തുമ്പോൾ ഹിന്ദുക്കൾ പിടികൂടി അദ്ദേഹത്തെ ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹം അവിടുത്തെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈനികൻ, ആ സൈനികനെയാണ് പിടിച്ചിരിക്കുന്നത്. അയാളെ ചോദ്യം ചെയ്യലിന് വേണ്ടി കൊണ്ടുപോകും. അല്ലെങ്കിൽ അതിന്റെ അന്ന് വന്ന റിപ്പോർട്ട് അല്ലാതെ പിന്നെ ഔദ്യോഗികമായിട്ട് റിപ്പോർട്ടുകളും വെളിയിൽ വന്നില്ല. അങ്ങനത്തെ അത്തരത്തെ റിപ്പോർട്ടുകൾ വേണ്ട മാധ്യമങ്ങൾ അറിയേണ്ടാത്തതൊക്കെ ഹൈഡ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഒരു ശൈലി. അത് രാജ്യത്തിന് ആവശ്യവുമാണ്. അത്തരത്തിൽ കൂടുതൽ ആൾക്കാർ ഈ പറയുന്നത് പോലെ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം ഇതിനകത്തൊരു വലിയ സാധനം, SCO മീറ്റിനകത്ത് ലോക നേതാക്കളെല്ലാം പങ്കെടുത്തിരുന്നല്ലോ ചൈനയിൽ. അന്ന് പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, പുടിൻ ഉണ്ടായിരുന്നു, ഈ പറയുന്ന പോലെ റഷ്യയുടെ പുടിനാണല്ലോ, അല്ലെങ്കിൽ ചൈനയിൽ വെച്ചാണല്ലോ, അപ്പൊ അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന ഉത്തര കൊറിയ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നേതാക്കന്മാരെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് എല്ലായിടത്തും ഈ പറയുന്നത് പോലെ എല്ലാവർക്കും ചർച്ച ചെയ്യാനും അല്ലെങ്കിൽ പരസ്പരം സംസാരിക്കാനും വേദികൾ ഉണ്ടായെന്നിരിക്കെ അത്തരത്തിൽ രഹസ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കില്ലേ, റൂമുകൾ ഉണ്ടായെന്നിരിക്കെ ഇതിനകത്ത് വളരെ വലിയ വലിപ്പത്തിൽ ചർച്ചയായ ഒരു വിഷയമുണ്ട്. അതാണെന്നറിയാമോ? റഷ്യൻ പ്രസിഡന്റും അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റും ഒക്കെ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി അങ്ങനെ അവർക്ക് സഞ്ചരിക്കാനുള്ള വാഹനം ഉൾപ്പെടെ ഫ്ലൈറ്റ് വരുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം സുരക്ഷാ മാനദണ്ഡത്തെ ഉദ്ദേശിച്ചാണ് രാജ്യത്തിന്റെ ആ നേതാവിന്റെ, ലോകത്ത് ആ നേതാവിനുള്ള അല്ലെങ്കിൽ വലിപ്പം, അല്ലെങ്കിൽ ആ നേതാവിന് ഭീഷണി അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ആ രീതിയിൽ കരുതേണ്ടതായിട്ടുള്ള നേതാക്കന്മാർ പുടിനും അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും അല്ലെങ്കിൽ ഉത്തര കൊറിയയിൽ നിന്ന് വന്ന ആളുടെ കസേര വരെ തുറച്ചുകൊണ്ടിരുന്ന കണ്ടില്ലായിരുന്നു, ഫിംഗർ പ്രിന്റ് പോലും കിട്ടാതിരിക്കുന്നതിന് വേണ്ടി. പുടിന്റെ ഈ പറഞ്ഞതുപോലെ മലം ഉൾപ്പെടെ തിരിച്ച് പാക്ക് ചെയ്താ പോകുന്നത്. അവിടുന്ന് വന്നു കഴിഞ്ഞാൽ അതുപോലും പരിശോധിച്ച് പുടിന്റെ ഒരു കാര്യങ്ങളും രഹസ്യം അല്ലെങ്കിൽ ഒന്നും മറ്റു രാജ്യത്തിന് കിട്ടാതിരിക്കുന്നുണ്ട്. അപ്പൊ അത്രയ്ക്ക് സുരക്ഷ ഒക്കെ ഉള്ള നേതാക്കന്മാർ, അല്ലെങ്കിൽ അത്രയ്ക്ക് സുരക്ഷിതമായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന വാഹനത്തിനകത്ത്, അതിപ്പോ സാറ്റലൈറ്റ് ചാനലിനോ ചാരക്കണ്ണുകൾക്കോ എന്നും എത്തിപ്പെടാൻ പറ്റാത്ത പുടിന്റെ കാറിനകത്ത് 45 മണിക്കൂർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഈ പറയുന്ന പോലെ പുടിനും, റഷ്യൻ പ്രസിഡന്റ് പുടിനുമായിട്ട് ഒരു ചർച്ച നടത്തി. അവർ രണ്ടുപേരും അതിനുശേഷം യാതൊരു കാര്യവും അതിനോടനുബന്ധിച്ച് ഇന്ന് വരെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടില്ല. അത് ഈ പറഞ്ഞതുപോലെ അമേരിക്കയുടെ നീക്കം, അല്ലെങ്കിൽ ഈ പറയുന്ന മോദിയെ അപായപ്പെടുത്തുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ട് നടക്കുന്നു എന്നുള്ള ഒരു നീക്കം, അതിന്റെ വ്യക്തതയും കൃത്യതയും വരുത്തിയിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ബ്ലൂ പ്രിന്റുകളും അല്ലെങ്കിൽ അത്തരത്തിൽ നടക്കുന്നതിന്റെ കാര്യങ്ങളും കാരണങ്ങളും വ്യക്തത വരുത്തി പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതായിരുന്നു അത്തരത്തിലൊരു ചർച്ച. ആ രീതിയിലേക്കുള്ള ഒരു ചർച്ചയായിരുന്നു അതെന്നാണ് പല മാധ്യമങ്ങളും രഹസ്യമായിട്ടും അല്ലെങ്കിൽ അത്തരത്തിൽ മൺമറിങ്ങിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, ഔദ്യോഗികമായിട്ടൊന്നും ഒരു വിശദീകരണം കിട്ടിയിട്ടില്ല. ഇതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കുറച്ച് കാണാൻ പറ്റത്തില്ല. കാരണം ഇതേപോലെ തന്നെ 2024
ഈ പറയുന്ന പോലെ റഷ്യ നമുക്കൊരു മുന്നറിയിപ്പ് തന്നതാണ്. 2024 മോദിയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി അമേരിക്ക നമ്മളുടെ ഇലക്ഷനകത്ത് ഇടപെടുന്നു, ഡീപ് സ്റ്റേറ്റ് ഇടപെടുന്നു, കോടാനുകോടി രൂപ ചെലവാക്കുന്നു, അതിനകത്ത് വേറെ ചൈനയുടെ ചില സാന്നിധ്യമൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ വ്യക്തത വരുത്തിയ റിപ്പോർട്ട് നമുക്ക് കൊടുത്താണ്. നമ്മളത് പരിശോധിച്ചിട്ടുണ്ടാകാം ഒരുപക്ഷെ. അതിനുശേഷം അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇലക്ഷന് ശേഷം വളരെ കൃത്യമായിട്ട് ആ നീക്കങ്ങൾ മാധ്യമങ്ങളുടെ രൂപത്തിലും എൻജിഒയുടെ രൂപത്തിലും മറ്റു പല രൂപത്തിലും അല്ലെങ്കിൽ ചില പ്രക്ഷോഭങ്ങൾ കലാപങ്ങൾക്ക് രൂപത്തിലും അതിന്റെ പുറകിൽ നിന്ന് ആൾക്കാരെയൊക്കെ പരിശോധിച്ചപ്പോൾ അതിനുശേഷമാണല്ലോ ഇവിടുന്ന് പലരും നാട് വിട്ടതും ഹിൻഡൻബർഗ് പൂട്ടിയതും ഒക്കെ അറിയാമല്ലോ. അപ്പൊ അതൊക്കെ അന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ അമേരിക്കയുടെ ഈ നീക്കം എന്താണെന്ന് ലോകത്തുടനീളം രഹസ്യാന്വേഷണ വിഭാഗത്തിനകത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രഹസ്യാന്വേഷണ സംവിധാനമുള്ള റഷ്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമാണ് ഇത്തരത്തിൽ ഒരു കാര്യം കണ്ടെത്തിയിരിക്കുന്നത്. ഇത് പലവട്ടം ഇങ്ങനെ ഇന്ത്യക്കെതിരെ കുഴപ്പങ്ങൾ വരുമ്പോൾ റഷ്യ കണ്ടെത്തി കൊടുക്കാറുണ്ട്. ഈ പറഞ്ഞ ഈ കാര്യം മോദിയെ തന്നെ നേരിട്ട് ബോധ്യപ്പെടുത്തി എന്നുള്ള രീതിയിലേക്കാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് അതിന് സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് അപ്പുറം ലോകത്ത് ലോകക്രമം എങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ ലോകക്രമം അമേരിക്കയുടെ താല്പര്യത്തിനും ബിസിനസിനും അനുസരിച്ച് വരുത്തണം, അങ്ങനെ വരാത്തിടത്ത് അവർ അത് വരുത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ അതൊരു പക്ഷേ ഭരണമാറ്റത്തിൽ കൂടിയും അല്ലെങ്കിൽ ആ രാജ്യത്തിനെ അത്തരത്തിൽ അവർക്ക് അനുകൂലമല്ലാത്ത തീരുമാനം എടുക്കുന്ന ഭരണാധികാരിയെ മാറ്റിയും ഒക്കെ ആയിരിക്കും. അത് കൊലപാതകത്തിൽ വരെ കലാശിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിൽ. അമേരിക്കയിൽ തന്നെ പല പ്രസിഡന്റുമാരുടെയും കൊലപാതകങ്ങൾ അതിന്റെ പുറകിൽ അന്ന് ഈ പറയുന്നത് പോലെ പല ചർച്ചകളും വന്നിട്ടുണ്ട്. അവിടുത്തെ ആയുധ വ്യാപാരികളാണെന്നൊക്കെയുള്ള രീതിയിൽ പണ്ട് ചർച്ച വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അത് ആയുധ വ്യാപാരികളാണ് അമേരിക്കയെ ഒരു പരിധിവരെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ഒരു ലോബി. അപ്പം ഇതിനകത്ത് ഇന്ത്യക്കകത്ത് നമ്മുടെ ഒരു റെസ്യൂം ചേഞ്ച് പല രാജ്യങ്ങളും നടത്തിയതുപോലെ നടക്കാൻ പലവട്ടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ദീർഘകാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, യാതൊരു കാരണവശാലും നടക്കുന്നില്ല. അല്ലെങ്കിൽ ഇവിടെ ഇന്ത്യക്കെതിരെയുള്ള നീക്കം 2014 ശേഷം പുറത്തു നിന്നുള്ള ശക്തികളുടെ നീക്കം പൂർണ്ണമായിട്ടും പരാജയപ്പെടുന്നു. പല ഘട്ടങ്ങളിലും പല രീതിയിലും ഇന്ത്യക്കകത്ത് പല ആൾക്കാരെ വെച്ച് ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെ വെച്ച് പ്രതിപക്ഷ പാർട്ടികളെ ഉൾപ്പെടെ വെച്ച് പല കലാപങ്ങളും ഉരുത്തിരിക്കാൻ നോക്കുന്നുണ്ട്. ഇന്ത്യക്കകത്ത് ഈ പാർലമെന്റ് പാസ്സാക്കുന്ന പല ബില്ലുകളും തെറ്റിദ്ധരിപ്പിച്ച് ഇവർക്ക് ആവശ്യമുള്ള ആൾക്കാരെ വിളിച്ചുകൂട്ടാൻ ശ്രമിച്ച് കലാപത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇതൊക്കെ റെസ്യൂം ചേഞ്ചിനെ ഉദ്ദേശിച്ചായിരുന്നു, കാർഷിക ബില്ലിന്റെ പുറകിൽ നടന്ന കലാപമൊക്കെ. പക്ഷെ അതൊക്കെ പൊളിക്കുന്നതിനും ആ നീക്കങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്യുന്നതിനും നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. വീണ്ടും നമുക്ക് നേരത്തെ ഒരു റിപ്പോർട്ട് വന്നത് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തിരച്ചിലിലും അഭിപ്രായത്തിലും അടുത്ത കാലത്തെങ്ങും ഈ പറയുന്നത് പോലെ BJP ഗവൺമെന്റിനെ മറികടന്ന് ഒരു പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇന്ന് ഇന്ത്യയിലില്ല. അപ്പം ആ BJP തന്നെ അപ്പൊ പിന്നെ അവർ തീരുമാനിക്കുന്നു BJPക്കകത്തെ MP-മാരെ MLA-മാരെ ഒക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ട് അത് നടക്കാതെ പോകുന്നു. അതിന്റെ അകത്ത് ഏറ്റവും ഉപരാഷ്ട്രപതിയെ മാറ്റിയത് പറയുന്നത് പോലെ ഇവരുടെ ഒരു ഇടപെടിയിൽ അതിനകത്ത് ഉണ്ടെന്നുള്ള ഒരാൾ കക്ഷി എന്നുള്ള ആളും എന്നുള്ള രീതിയിൽ BJPക്ക് മനസ്സിലായതുകൊണ്ടാണ് സുപ്രഭാതത്തിൽ ഉപരാഷ്ട്രപതിയെ മാറ്റുന്ന വാർത്ത. അതിനകത്ത് ഈ ഒരു വിവാദം BJPക്ക് അകത്ത് ഭൂരിപക്ഷമില്ലാത്തൊരു ഗവൺമെന്റിനെ തളയ്ക്കാൻ MP-മാരെ സ്വാധീനം ശ്രമിക്കുന്നു എന്നൊരു വാർത്ത നമ്മൾ കേട്ടതാണ്. അതിനകത്ത് BJPക്കകത്ത് RSS വന്നല്ലാതെ പാർട്ടി മാറി ഇതിനകത്ത് വന്ന MP-മാരെ ഒരു 10-39 പേരെ സ്വാധീനിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത വന്നു. അപ്പൊ ഇതൊക്കെ BJP അറിയുകയും അല്ലെങ്കിൽ രഹസ്യാന്വേഷണ വിഭാഗം കൊടുക്കുകയും അതൊക്കെ പൊളിച്ചു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ എന്തായാലും BJPയെ പൊളിക്കാനോ മറ്റൊന്നിനെ തീരുമാനിക്കാനോ കഴിയാത്ത രീതിയിൽ BJP ഇന്ത്യയിൽ ശക്തി പ്രാപിച്ചിരിക്കുമ്പോൾ ഇപ്പം നയിക്കുന്നത് മോദിയാണ്. മോദി അങ്ങ് ഇല്ലായ്മയായാൽ ഈ പറയുന്ന മറ്റാരെങ്കിലും വന്നാൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ പോക്കിന് ഒരു കുറവ് വരും, അല്ലെങ്കിൽ ഇതേപോലെ സ്പീഡിൽ അല്ലെങ്കിൽ ഇതേപോലെ പുരോഗതി ഇന്ത്യക്ക് ഉണ്ടാകത്തില്ല എന്നുള്ളൊരു കണ്ടെത്തൽ അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഡീപ് സ്റ്റേറ്റിന്റെ ഒക്കെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു ചർച്ച നടന്നു ഒക്കെയുള്ള റിപ്പോർട്ടുകൾ ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നു എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു. അതിന് എത്രത്തോളം അല്ലെങ്കിൽ ഈ കാര്യങ്ങൾക്ക് ഔദ്യോഗികമായിട്ടുള്ള വിസ്തീർണം ഒന്നും കൊടുക്കുന്നില്ല. ഇതൊന്നും ഔദ്യോഗികമായിട്ട് വിസ്തീർണം കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഏതായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളും നീക്കങ്ങളും ഇന്ത്യക്ക് കിട്ടുന്നുണ്ട്. വലിയ ഗൗരവത്തിൽ തന്നെ ഇന്ത്യ ഇത് പരിഗണിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാർത്തയ്ക്കും അല്ലെങ്കിൽ ഈ പറയുന്ന പുടിൻ മോദി ചർച്ചയ്ക്കും ഉള്ള അല്ലെങ്കിൽ അതിന്റെ പുറകിലുള്ള ഈ വാർത്തയ്ക്കും ഒരു ഗൗരവ സ്വഭാവം തന്നെ ഉണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ അത് ഒരു പരിധിവരെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വാർത്ത തന്നെയാണ്. അത് തന്നെയാണെന്നാണ് അവരുടെ ചർച്ചയ്ക്ക് പുറകിലെ കാര്യം. ഏതായാലും കരുതി തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നതാണ്. ഇതുപോലെയുള്ള ഇൻസിഡന്റുകൾ ഇതിനു മുമ്പും ഇവിടെ നടന്നിട്ടുണ്ട്. നമ്മുടെ പല പ്രധാനമന്ത്രിമാരും ഇതുപോലെ മരിച്ചതിന് ശേഷം അതിന്റെയൊക്കെ പുറകിൽ US ആണെന്നുള്ള വർത്തമാനം തെളിയിക്കപ്പെടാതെ ഇന്നും ദുരൂഹമായിട്ട് നിൽക്കുന്നുണ്ട്. ഉദാഹരണത്തിന് രാജീവ് ഗാന്ധി അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി ഒക്കെ. അപ്പം അതിനുശേഷം ഇപ്പം ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുന്നതിനും
അല്ലെങ്കിൽ ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യ നിവർന്നു നിൽക്കുന്നതിന് കാരണക്കാരനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയായിട്ടാണ് മോദി നിൽക്കുന്നത്. അത് അമേരിക്കയെ പോലുള്ള രാജ്യത്തിന് ഒരിക്കലും അനുവദിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. അപ്പൊ ഈ ഒരു വാർത്തയ്ക്കകത്ത് അതിന്റെ ഒരു ഗൗരവം പതിയിരിക്കുന്നുണ്ട്. അതാണ്. എന്തായാലും ഇന്ത്യയെ വളർത്തുന്നതിൽ ബി.ജെ.പി. വഹിക്കുന്ന ഒരു പങ്ക് അതിനിർണായകമാണ്. അത് ബി.ജെ.പി. അത്തരത്തിലൊരു പങ്ക് വഹിക്കുമ്പോൾ അതിന്റെ അമരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ന കാര്യം ലോകരാജ്യങ്ങൾക്കും വ്യക്തമാണ്. അപ്പോൾ മോദിയെ ഇല്ലായ്മ ചെയ്യുക എന്നതാണോ ഇക്കൂട്ടരുടെ ലക്ഷ്യം എന്നതാണ് നമുക്ക് ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ.